അയ്യയ്യയ്യയ്യത്താരോ നാടകമോ ജീവിതമോ അയ്യയ്യയ്യയ്യത്താരോ കളിയോ കാര്യമോ അയ്യയ്യയ്യയ്യത്താരോ നാടകമോ ജീവിതമോ അയ്യയ്യയ്യയ്യത്താരോ കളിയോ കാര്യമോ അയ്യയ്യയ്യയ്യത്താരോ നാടടക്കം പിടിയൊഴിച്ച് അയ്യയ്യയ്യയ്യത്താരോ പോക്കില്ലാത്തൊരു പേക്കോലം അയ്യയ്യയ്യയ്യത്താരോ നാടടക്കം പിടിയൊഴിച്ച് അയ്യയ്യയ്യയ്യത്താരോ പോക്കില്ലാത്തൊരു പേക്കോലം അയ്യയ്യയ്യയ്യത്താരോ പോക്കണ കെട്ടൊരു നോക്കൂത്തി അയ്യയ്യയ്യയ്യത്താരോ സമുദായ ദ്രോഹിയെ മൂരാച്ചിയെ ജനശത്രുവിനെ കൈക്കൂലിക്കാരനെ അഴിമതിക്കാരനെ ചാമ്പലാക്കവനെ ചാമ്പലാക്കി കാറ്റിൽ പറത്ത് അവന്റെ ചാരം നാടിന് വളമാകട്ടെ പുത്തൻ മാമ്പുകൾ വിടരട്ടെ പുത്തൻ മാമ്പുകൾ വിടരട്ടെ പുതിയൊരു തലമുറ ഉണരട്ടെ പുതിയൊരു തലമുറ ഉണരട്ടെ പുതിയൊരു ശക്തി വളരട്ടെ പുതിയൊരു ശക്തി വളരട്ടെ പുതിയൊരു ശക്തി വളരട്ടെ. അമ്മയുടെ പുന്നാര മോൻ എന്താ ചെയ്തു വെച്ചെന്നറിയണ്ടേ? എവിടെ നിന്നോ ആക്രമിച്ച് മോഷ്ടിച്ചുകൊണ്ടുവന്ന ആയുധങ്ങൾ ഒളിച്ചു വെക്കാൻ നോക്കുകയായിരുന്നു. അതും എവിടെ? അമ്പലത്തിലെ ശ്രീകോവിലിന്റെ മച്ചിന്റെ മുകളിൽ ദിവസവും രണ്ടു നേരം പോയി തൊഴാറുണ്ടല്ലോ. പോറ്റി ഒഴിയെ മറ്റാരും അവിടെ കയറാറില്ല, പുറത്തുനിന്ന് തൊഴാറേ ഉള്ളൂ. പക്ഷെ ഇവന് കയറാം, ഇവന്റെ കൂട്ടുകാർക്കും. പുതിയ അവതാരങ്ങളല്ലേ? എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എങ്ങാനും ഇതവിടെ ഒളിപ്പിച്ചു വെച്ചത് കണ്ടുപിടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, അമ്മയും അച്ഛനും സുഭദ്രയും പോറ്റി അടക്കം എല്ലാവരും അകത്തായനെ. ഇത്രയും നാളും പുറത്തുള്ള തോന്നിയാസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവന്റെ ലൈഫല്ലേ പോകായിരുന്നുള്ളൂ. ഇതിപ്പം കുടുംബം അടക്കം നശിപ്പിക്കാനുള്ള പുറപ്പാടാ. ഞാനിപ്പോ ചെയ്യേണ്ടത് നിന്നെ കസ്റ്റഡിയിലെടുക്കാൻ. മുറ പോലെ ചോദിച്ചാൽ നീ തത്ത പറയുന്ന പോലെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു തവണ കൂടെ ഞാനത് വേണ്ടെന്ന് വയ്ക്കാം. അത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല, ഈ കുടുംബത്തെ ഓർത്ത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ അന്ന് നീ അനുഭവിക്കും. എടാ, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ലേ? വേണ്ട. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം. പോകത്ത് പറഞ്ഞു കേട്ടില്ലേ? പോടാ ഉണ്ണി. കാണാനില്ല. ദേശപ്പുറത്തെ ഒരു കുറിപ്പ് പോവാണത്രേ, ആരും അന്വേഷിക്കണ്ടെന്ന്. എന്റെ ഈശ്വര, ഇപ്പെന്താ എല്ലാവർക്കും തൃപ്തിയായില്ലേ? എന്റെ കുട്ടി എന്തായിരുന്നു വിസ്തരിക്കലും ശാസിക്കലും? സമാധാനായില്ലേ? എന്റെ ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? മീനാക്ഷി, താൻ ദയവായിട്ടൊന്ന് ഉച്ചവയ്ക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ അങ്ങനെ പറഞ്ഞാ പോരെ? പെറ്റ വയറാ കിടന്നേരിയെന്ന്. ഉണ്ണി വാശി സാക്ഷ്യം പിടിച്ച് പണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുള്ളതല്ലേ? അതുപോലെ കരുതിയാ മതി. കുറെ കഴിയുമ്പോ താനേ വരും. ചൊവ്വാഴ്ച ഇവിടുന്ന് പോയ ഉണ്ണി 4 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ. വെള്ളിയാഴ്ച കഴക്കൂട്ടം നടന്ന സംഭവം പേപ്പർ വായിച്ചില്ലേ? അതിൽ ഉണ്ണി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴും അവൻ ഇവിടെയുണ്ട്? അതറിയില്ല. അവൻ അവിടുന്ന് മുങ്ങി. ഡിപ്പാർട്ട്മെന്റ് വളരെ അലർട്ടാണ്. ഏത് നിമിഷവും അവൻ പിടിക്കപ്പെടാം. അതിൽ അപ്സെറ്റ് ആകാനൊന്നുമില്ല. വിധിയാണെന്ന് കരുതിയാൽ മതി. ഞാൻ പറയുക, എത്രയും നേരത്തെ അവൻ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അത്രയും നല്ലതാണെന്ന്. അവന്റെ പേരിലുള്ള കേസുകൾ കുറഞ്ഞു. വൈകും തോറും കൂടുതൽ കേസുകൾ ചെന്ന് കുടുങ്ങി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയണ്ട. നീ ഏതായാലും ഈ ഡീറ്റെയിൽസ് ഒന്നും അമ്മയെ അറിയിക്കണ്ട. തന്നോടല്ലേ പറ്റിയോ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന്? വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാല് എന്തിനാ വല്ലതും വരുത്തി വെക്കണത്? ഇതിൽ കൂടുതലായി ഇനി എന്ത് വരുത്തി വെക്കാനാ? എന്റെ കുട്ടി വീട് വിട്ടു പോയിട്ട് ദിവസങ്ങൾ എത്രേ? ഇതുവരെ ഒരു വിവരമില്ല. ഇനി അവൻ വരാതെ, അവനെ കാണാതെ ഉമിനീര് പോലും ഇറക്കില്ല. എന്താ മീനാക്ഷി ഇത്? ഉണ്ണിയെ കാണാത്തതിലും അവന്റെ വിവരങ്ങൾ അറിയാത്തതിലുള്ള വിഷമം എല്ലാവർക്കും ഉണ്ട്. ബാലൻ പകലില്ലാതെ കിടന്ന് അലയാണ്. ബാക്കിയുള്ളവരുടെ മനസ്സ് നേറിക്കൊണ്ട് തന്നെ ആയിരിക്കണേ.
അതിന് ഓരോ സാക്ഷ്യങ്ങൾ കാട്ടി താനത് കൂട്ടാൻ നിൽക്കണ്ട. എല്ലാം കൂടി താങ്ങാൻ വയ്യന്റെ മീനാക്ഷി. ചേച്ചി ചേച്ചി ആരാത്? ഞാനാ. ഉണ്ണി കുട്ടി നീ എന്നാൽ എന്തൊരു പോക്കാന്റെ ഉണ്ണി നീ പോയേ? അമ്മ കരഞ്ഞു തളർന്നുറങ്ങ. നീ പോയ പിന്നെ നേരവണ്ണൊന്നും കഴിച്ചിട്ടും കൂടി ഇല്ല. അമ്മയും സുഭദ്രേച്ചിയും കുറിച്ച് ഓർമ്മയുള്ളതുകൊണ്ടല്ലേ ഞാൻ വന്നത്. ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞ ആഴ്ച കത്ത് കിട്ടിയില്ലേ ചേച്ചിക്ക്? ഇല്ല. അത് പോട്ടെ, തിരക്കിനിടയിൽ ഞെരുങ്ങിയിട്ടാ സമയം ഉണ്ടാക്കിയത്. നിങ്ങളെ രണ്ടാളെ ഒന്ന് കാണാം. ഉടനെ പോണം, പുറത്ത് സഖാക്കൾ കാത്തിരിക്കുക. അമ്മ ഞാൻ പോട്ടെ. എന്ത് എന്താ ഉണ്ണി നീ പറയണേ? പറ്റില്ല, എവിടേക്കും വിടില്ല ഞാൻ. ആരെ തോൽപ്പിക്കാനാ നീ ഇങ്ങനെ ഓരോന്ന് തുടങ്ങണേ? ബാക്കിയുള്ളവരുടെ മനസ്സിൽ മുഴുവൻ തീയാണ്. എന്താ സുഭദ്രേച്ചി ഇത്? കുട്ടികളെ പോലെ എന്റെ വീട് ഞാൻ തിരഞ്ഞെടുത്താണ്. അത് നിന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ പാതിരാക്ക് ഇവിടെ കയറി വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിട്ടാ, സ്നേഹമുള്ളതുകൊണ്ട്. അതിനെന്നെ ശിക്ഷിക്കരുത്. ഉണ്ണി, ഞാൻ അമ്മയെ ഒന്ന് വിളിക്കട്ടെ? വേണ്ട സുഭദ്രേച്ചി, അമ്മ ഉണർന്നാ പിന്നെ എന്നെ പോവാൻ വിടില്ല. എനിക്ക് പോയേ പറ്റൂ. അമ്മയെ ഒരു നോക്ക് കണ്ടല്ലോ. സുഭദ്രേച്ചി സന്തോഷമായി. രാവിലെ ഉണരുമ്പോ പറഞ്ഞാ മതി, അമ്മയെ കാണാൻ അമ്മയുടെ ഉണ്ണി വന്നിരുന്നു. സാരല്ലേ സുഭദ്രേച്ചി, ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ. കുറെയൊക്കെ നമ്മൾ സഹിക്കണം. പോവാറായി. എപ്പോഴെങ്കിലും ഇത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. നീ വരുന്നതും കാത്തു വന്നതിന് ശേഷം പറയുന്നത് മുഴുവൻ കേട്ട് ഞാനിവിടെ മറഞ്ഞു നിൽക്കുകയായിരുന്നു. എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. നീ സുഭദ്രയ്ക്ക് അയച്ച കത്ത് അവൾക്കല്ല കിട്ടിയത്, എനിക്കാ. നീ തിരിച്ചു വരുന്നത് കാണാൻ അമ്മയ്ക്കും സുഭദ്രയ്ക്കും മാത്രമേ ഇവിടെ ആഗ്രഹമുള്ളൂ എന്ന് കരുതിയോ? ഇല്ല, അവർക്ക് മാത്രമല്ല. നിന്റെ അച്ഛൻ, ഞാൻ പിന്നെ പോട്ടെ. ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ നിനക്ക്? നീ ഇപ്പോഴും എന്നെ കാണുന്നത് കാക്കിക്കുള്ളിലെ മനുഷ്യനായിട്ട് അല്ല. ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ബാലേട്ടന്. നിന്നോടൊപ്പം ഈ മുറ്റത്ത് കളിച്ചു നടന്ന നിന്റെയും സുഭദ്രയുടെയും ബാലേട്ടൻ. ഞാൻ പറയുന്നത് സ്നേഹം കൊണ്ടാണ്. ഇതെന്റെ മാത്രം വാക്കുകളല്ല, നിന്നോട് സ്നേഹമുള്ള ഇവിടെയുള്ള എല്ലാവരെയും കൂടെ. ഉണ്ണി, നീ ഇപ്പൊ നിൽക്കുന്നത് അപകടത്തിന്റെ നടുവിലാണ്. രക്ഷപ്പെടാൻ, തിരിച്ചു വരാൻ നിനക്ക് ഇനിയും സമയമുണ്ട്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ കീഴടൻ. അതല്ല ഇനിയും ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ വിടില്ല. ഉണ്ണി, നീ വന്നോ? എന്റെ മോനെ, എന്താ ഇവിടെ? ഉണ്ണി, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നിനക്ക് നിന്നെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. പോലീസിന്റെ മുന്നിലാണ് കീഴടങ്ങുന്നതെന്നുള്ള ധാരണ വേണ്ട. അമ്മയുടെ മുന്നിലാണെന്ന് കരുതിയാൽ മതി. നിന്റെ പേരിൽ എത്ര കേസ് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഞാനും അച്ഛനും ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീൽ വെച്ച് നിന്റെ കേസ് ഞങ്ങൾ വാദിപ്പിക്കാം. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോവാം. എങ്ങനെയും നിന്നെ രക്ഷിക്കാം. ഉണ്ണി, പ്ലീസ്, ഫോർ ഹെവൻസ് സേക്ക്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഉണ്ണി,
ഉണ്ണി നിൽക്കാനാണ് ഉണ്ണി ഉണ്ണി നിൽക്കാൻ വേണ്ട ഉണ്ണി അത് തെറിയരുത് നീ വേണ്ട അത് പൊട്ടിയാൽ അപകടമാണ് മോനെ പ്ലീസ് കേൾക്കുണ്ണി ഉണ്ണി പറയുന്ന കേൾക്കാതെ പൊട്ടിയാൽ അപകടമാണ് നിന്നെ ഇവിടെ ആരും ചെയ്യില്ല പ്ലീസ് ഉണ്ണി എത്ര വഴിപാട് ചെയ്തിട്ടുണ്ട്, വിളക്ക് എത്ര കൊളുത്തിയിട്ടുണ്ട്, നിന്നെ തൊഴാതെ ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ടുണ്ടോ? എന്നിട്ടും കൃഷ്ണ നീ എന്താ എന്നോട് ചെയ്തത്? കൊല്ല്, എന്നെയും കൊല്ല്, കൊല്ല്, കൊല്ല് എന്റെ മോനെ. എന്തായി കാണിക്കുന്നത്? എന്താ എന്റെ മോനെ, ആരെങ്കിലും ഒന്ന് ഓടി വരിക. എന്റെ മോനെ, മോനെ ഉണ്ണി, മോനെ, മോനെ നീ ഒന്ന് പിടിച്ചോ. എന്നെ വിടൂ ഉണ്ണി. മോനെ